കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷയുള്ള ജയിലുകളിൽ ഒന്നാണ് വിയൂർ സെൻട്രൽ ജയിൽ. ഇവിടെ ഏകാന്ത തടവിലാകും ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കുക. 24 മണിക്കൂറും നിരീക്ഷണത്തിന് ആയുധധാരികളായ ഉദ്യോഗസ്ഥരുണ്ടാകും. ഭക്ഷണത്തിന് പോലും പുറത്തിറങ്ങാൻ അനുവദിക്കില്ല. ജയിൽ ചാട്ടത്തിനു ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പദ്ധതിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. പന്ത്രണ്ട് 30 കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയെ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത്. 17 ജയിലുകൾ അടങ്ങുന്ന സെൻട്രൽ സോണിലെ ഏറ്റവും പ്രധാന ജയിലാണ് വിയൂർ സെൻട്രൽ ജയിൽ. കേരളത്തിലെ ഏറ്റവും സുരക്ഷാ വിന്യാസമുള്ള തടവറ. ഗോവിന്ദച്ചാമിയെ പാർപ്പിക്കാൻ വിയൂർ ജയിലിൽ എല്ലാ തയ്യാറെടുപ്പുകളും ഇന്നലെ തന്നെ പൂർത്തിയായിരുന്നു. ഏകാന്ത സെല്ലിലാകും പാർപ്പിക്കുക. സെല്ലിൽ ഫാനും കട്ടിലും CCTV ക്യാമറകളും ഉണ്ടാകും. 4.2 മീറ്ററാണ് സെല്ലുകളുടെ ഉയരം. പുറത്ത് 6 മീറ്റർ ഉയരത്തിൽ 700 മീറ്റർ ചുറ്റളവുള്ള മതിൽ. ഇതിനു മുകളിൽ 10 അടി ഉയരത്തിൽ വൈദ്യുതി വേലി. മതിലിന് പുറത്ത് 15 മീറ്റർ വീതം ഉയരമുള്ള 4 വാച്ച് ടവറും ഉണ്ടാകും. സെല്ലിലുള്ളവർക്ക് അടുത്ത സെല്ലിൽ കഴിയുന്നവരെ കാണാനോ പരസ്പരം സംസാരിക്കാനോ സാധിക്കില്ല. ഭക്ഷണം എത്തിച്ചു നൽകും. സെല്ലിൽ ഇരുന്നു കൊണ്ട് തന്നെ കഴിക്കണം. അതിനു പോലും പുറത്തിറക്കില്ല. 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള വിയൂരിൽ നിലവിൽ 125 കൊടും കുറ്റവാളികളുണ്ട്. കേരളത്തിലെ ഏറ്റവും പ്രമാദമായ കേസുകളിലെ അപകടകാരികളും അക്രമ സ്വഭാവമുള്ളവരുമായ കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്നത് ഇവിടെയാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷാ ബ്ലോക്കിൽ നിന്ന് ഇന്നലെ പുലർച്ചെയോടെയാണ് ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത്. മണിക്കൂറുകൾക്ക് ശേഷം 3 കിലോമീറ്റർ അകലെ കണ്ണൂർ തളാപ്പിലെ കിണറ്റിൽ നിന്ന് ഗോവിന്ദച്ചാമിയെ പിടികൂടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ ജയിൽ ചാടിയതിന് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരുന്നു. ജയിൽ ചാട്ടത്തിന് ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കാനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ പദ്ധതിയെന്നാണ് റിമാൻഡ് റിപ്പോർട്ട്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി തെറ്റിയതിനാൽ എത്താനായില്ല. സഹതടവുകാരനോട് ജയിൽ ചാട്ടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ജയിൽ ചാട്ടം പിടിക്കപ്പെട്ടാൽ 6 മാസം മാത്രമേ ശിക്ഷയുള്ളൂ എന്ന് സഹതടവുകാരൻ പറഞ്ഞു. അരം ഉപയോഗിച്ചാണ് അഴിമുറിക്കാനുള്ള ഉപകരണം ഉണ്ടാക്കിയതെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. കണ്ണൂർ ജയിലിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് രാവിലെ 7 മണിയോടെയാണ് കനത്ത സുരക്ഷയിൽ വിയൂരിലേക്ക് കൊണ്ടുപോയത്. കണ്ണൂർ ജയിലിലുണ്ടായ സുരക്ഷാ വീഴ്ചയിൽ 4 ഉദ്യോഗസ്ഥരെ ജയിൽ വകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വകുപ്പ് തല നടപടികൾ ഉണ്ടായേക്കും. ന്യൂസ് മലയാളം, കണ്ണൂർ, തൃശൂർ.